ഇന്ന് നമ്മൾ ഓമയ്ക്ക കൊണ്ടൊരു കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഓമയ്ക്ക എന്ന് പറയും, ചില നാട്ടിൽ കപ്പളങ്ങ എന്ന് പറയും. ചോറിന് പറ്റുന്ന നല്ലൊരു കറിയാണ് ഇത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് വെറുതെ പറയുന്നതല്ല, നല്ല ഒന്നാം തരം കറിയാണ്. പപ്പായ ഇഷ്ടമല്ലാത്തവർക്കും ഇത് തീർച്ചയായിട്ടും ഈ കറി ഇഷ്ടപ്പെടും. ഇതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു 1/4 കിലോ ഓമയ്ക്കയാണ്. ഒരു ചെറിയ ഓമയ്ക്കയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. 250 ഗ്രാം ഉണ്ട്. അത് അരിഞ്ഞത് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മീഡിയം ടൈപ്പ് സവാള നീളത്തിലരിഞ്ഞത്, ഒരു 4 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, ഒരു വലിയ തക്കാളി പീസസ് ആക്കിയത്, ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും പുളി എടുത്തിട്ട് ഉള്ള അതിൻ്റെ പുളിവെള്ളം കൂടെ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. തക്കാളി ചേർത്തിട്ടുള്ളത് കൊണ്ട് ആവശ്യത്തിന് പുളി തക്കാളിയിൽ നിന്നും കിട്ടും. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം നേരെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അടച്ച് വെച്ച് നമുക്ക് വേവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇതിന് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടി ഒരു തേങ്ങ തിരുമ്മി 3/4 ഭാഗത്തോളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് 2 വലിയ വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് വരാം. വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നന്നായിട്ട് അരച്ച് വെച്ചേക്കുന്ന അരപ്പ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അരച്ച മിക്സി ജാറിലോട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിൽ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മതി. ഒരുപാട് ലൂസായി പോകണ്ട. അപ്പോൾ ഓമയ്ക്ക വെന്ത് വരുമ്പോൾ ഉള്ള വെള്ളത്തിനനുസരിച്ച് മിക്സിയിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒഴിച്ചാൽ മതി. കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് ഓഫ് ചെയ്യണം. എന്നിട്ട് വെളിച്ചെണ്ണയിൽ കടുക് താളിച്ച് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. കടുക് താളിക്കാനായിട്ട് ചൂടായ ചീനച്ചട്ടിയിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോഴത്തേന് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുമ്പോഴത്തേനും നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കണം. ഒരു 2 വറ്റൽമുളക്, ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഒരു ചുമന്നുള്ളിയും കൂടെ ഇട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതെടുത്ത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതാ അടിപൊളി കറി റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഉച്ചയൂണിൻ്റെ കൂടെ വളരെ സ്വാദിഷ്ടകരമായിട്ട് നമുക്ക് ഒഴിച്ച് കറി ചെയ്ത് കഴിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണിത്. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ. അതുപോലെ തന്നെ പുതുതായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. അത് കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ നമ്മളിതുപോലെ നല്ല നല്ല റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ഒരുപാട് വീഡിയോസ് ഇതുപോലെ നമ്മൾ പുതിയ നല്ല നല്ല റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും പോയി കാണാൻ ശ്രമിക്കുക. ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരും. അതൊരു ബൈ ഫ്രം J&J ഫുഡ് വേൾഡ്.